നമസ്കാരം. കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന സാധാരണക്കാരായ മനുഷ്യരുടെ ദൈനംദിന ജീവിതത്തെയും സാമ്പത്തിക ഭദ്രതയും നേരിട്ട് സ്വാധീനിക്കുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതികളിൽ ഈ ജൂലൈ മാസം മുതൽ നിർണായകമായ പല മാറ്റങ്ങളും പുതിയ സർക്കാർ നടപടിക്രമങ്ങളുമായാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ സംസ്ഥാനത്തുടനീളമുള്ള വാർദ്ധക്യകാല പെൻഷൻ ഗുണഭോക്താക്കൾ, വിധവകൾ, ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർ, 50 വയസ്സ് പിന്നിട്ട അവിവാഹിതരായ സ്ത്രീകൾ, അതുപോലെ തന്നെ ജീവിതാവസാനം വരെ കഠിനാധ്വാനം ചെയ്ത കർഷക തൊഴിലാളികൾ എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലായി ഏകദേശം 51 ലക്ഷത്തോളം വരുന്ന ജനവിഭാഗങ്ങളാണ് ഈ ഒരു ക്ഷേമ പെൻഷൻ പദ്ധതിയെ പൂർണ്ണമായും ആശ്രയിച്ച് ജീവിക്കുന്നത്. ഈ ഗുണഭോക്താക്കളെ മുഴുവൻ നേരിട്ടും അല്ലാതെയും ബാധിക്കുന്ന തരത്തിലുള്ള വലിയ മാറ്റങ്ങളാണ് ഇപ്പോൾ ജൂലൈ മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ധനവകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. ഈ വിവരങ്ങൾ കൃത്യമായ സമയത്ത് മനസ്സിലാക്കി ആവശ്യമായ നടപടികൾ സ്വീകരിക്കാത്ത പക്ഷം നിങ്ങളുടെയോ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെയോ പെൻഷൻ തുക പൂർണ്ണമായും തടസ്സപ്പെടുന്ന സാഹചര്യം വരെ ഉണ്ടായേക്കാമെന്നതിനാൽ അതീവ ജാഗ്രതയോടെ വേണം ഈ അപ്ഡേറ്റുകളെ സമീപിക്കാൻ. ഗുണഭോക്താക്കൾ ഏറെ നാളായി കാത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതും ആശ്വാസകരവുമായ അറിയിപ്പ് എന്നത് ക്ഷേമ പെൻഷൻ തുകയുടെ വർധനവുമായി ബന്ധപ്പെട്ട് അണിയറയിൽ നടക്കുന്ന പുതിയ നീക്കങ്ങളാണ്. നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളിൽ വെച്ച് എക്കാലത്തും ഏറ്റവും മുൻഗണന നൽകുന്ന ഒന്നാണ് സാമൂഹിക സുരക്ഷാ പെൻഷൻ എന്നത്. ജനാധിപത്യ കേരളത്തിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണിത്. ഈ സർക്കാരിന് വലിയൊരു ഭരണ തുടർച്ചയിലേക്കും വിജയത്തിലേക്കും നയിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച ഒരു പ്രധാന ഘടകമായിരുന്നു പെൻഷൻ തുകയുടെ അടിസ്ഥാന നിരക്ക് 3000 രൂപയാക്കി ഉയർത്തുമെന്ന പ്രഖ്യാപനം. ഇതിനെ സംബന്ധിച്ച് ഗുണഭോക്താക്കൾക്കിടയിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. എത്രയും വേഗം ഈ തുക വർധനവ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ രീതിയിലുള്ള ക്രമീകരണങ്ങളും ആവശ്യമായ ഫണ്ട് കണ്ടെത്തലുകളുമാണ് ഇപ്പോൾ ധനവകുപ്പിന്റെയും സർക്കാരിന്റെയും ഭാഗത്തുനിന്നും ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വിചാരിച്ച രീതിയിൽ കാര്യങ്ങൾ മുൻപോട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഈ ഒരു വലിയ ക്ഷേമ പെൻഷന്റെ തുക വർധനവ് സാധാരണക്കാരിലേക്ക് എത്തിയേക്കാമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പെൻഷൻ തുകയുടെ ഈ ഒരു വർധനവിനെ കുറിച്ച് വരുമ്പോൾ സർക്കാർ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യവും അണിയറയിൽ ഗൗരവമായി ആലോചിക്കുന്നുണ്ട് എന്നത് സാധാരണക്കാർക്ക് വലിയ ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. അതായത് പലരും പൊതുവെ വിചാരിക്കുന്നത് പോലെ 100-200 രൂപ വീതം പല ഘട്ടങ്ങളായി അല്ലെങ്കിൽ പടിപടിയായി ഉയർത്തുന്ന ഒരു മന്ദഗതിയിലുള്ള സംവിധാനമല്ല നിലവിൽ സർക്കാർ നടപ്പിലാക്കാൻ ആലോചിക്കുന്നത്. മറിച്ച് നിലവിലുള്ള അടിസ്ഥാന തുകയിൽ നിന്നും ഒറ്റയടിക്ക് തന്നെ വലിയൊരു വർധനവ് കൊണ്ടുവന്ന് ജനങ്ങൾക്ക് അതിന്റെ ഗുണം നേരിട്ട് ലഭ്യമാക്കാനാണ് ധനവകുപ്പ് ശ്രമിക്കുന്നത്. അതായത് നിലവിലുള്ള തുകയിൽ നിന്നും 1000 രൂപയുടെ വർധനവ് നേരിട്ട് വരുത്തിക്കൊണ്ട് ഗുണഭോക്താക്കൾക്ക് ഒറ്റയടിക്ക് 3000 രൂപ വീതമായിരിക്കും അടുത്ത ഘട്ടത്തിൽ പെൻഷൻ തുകയായി സംസ്ഥാന വ്യാപകമായി വിതരണം ചെയ്യുക. ഈ രീതിയിൽ തന്നെ പദ്ധതി മുൻപോട്ട് കൊണ്ടുപോകുന്നതിനാണ് സർക്കാർ ഇപ്പോൾ മുൻഗണന നൽകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ ഭരണഘടനാപരമായ നടപടികൾ ഇപ്പോൾ തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചു കഴിഞ്ഞു. ഇത് സംബന്ധിച്ച കാര്യങ്ങൾ മന്ത്രിസഭയിലും അതുപോലെ തന്നെ നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ടും സർക്കാർ ഔദ്യോഗികമായി വ്യക്തമാക്കിയിട്ടുള്ളതുമാണ്. ഇനി രണ്ടാമതായിട്ട് പെൻഷൻ വാങ്ങുന്ന സാധാരണക്കാരായ ആളുകൾ നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം വാർഷിക മസ്റ്ററിങ്ങിനെ സംബന്ധിച്ചുള്ള ആശയക്കുഴപ്പങ്ങളാണ്. ഒരുപാട് ഗുണഭോക്താക്കൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംസ്ഥാനത്ത് വാർഷിക മസ്റ്ററിംഗ് പ്രക്രിയകൾ ആരംഭിച്ചോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ വിവിധ തലങ്ങളിൽ അന്വേഷിക്കുന്നുണ്ട്. നിലവിൽ ഈ ജൂലൈ മാസത്തിന്റെ തുടക്കത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക വാർഷിക മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ട പുതിയ അറിയിപ്പുകൾ ഒന്നും തന്നെ വന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. നമുക്കറിയാം, അർഹരായ ആളുകൾക്ക് തന്നെയാണോ തുക ലഭിക്കുന്നത് എന്ന് ഉറപ്പുവരുത്താൻ എല്ലാ വർഷവും കൃത്യമായി നടക്കുന്ന ഒരു സുപ്രധാന പ്രക്രിയയാണ് വാർഷിക മസ്റ്ററിംഗ് എന്നത്. പെൻഷൻ ഗുണഭോക്താക്കൾ തങ്ങളുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ മറ്റ് അംഗീകൃത ജനസേവന കേന്ദ്രങ്ങൾ വഴിയോ ബയോമെട്രിക് മസ്റ്ററിംഗ് അഥവാ വിരലടയാളം പതിപ്പിക്കൽ വിജയകരമായി നടത്തി തങ്ങൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന് സർക്കാരിന്റെ വിവരശേഖരത്തിൽ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു രീതിയാണിത്. ഇത് ഈ വർഷവും തടസ്സമില്ലാതെ തന്നെ തുടരുമെങ്കിലും നിലവിലെ വകുപ്പ് തല വിവരങ്ങൾ അനുസരിച്ച് ഓഗസ്റ്റ് മാസത്തോടെയോ അല്ലെങ്കിൽ അതിനുശേഷമോ മാത്രമായിരിക്കും ഈ വർഷത്തെ മസ്റ്ററിംഗ് പ്രക്രിയകൾ ഔദ്യോഗികമായി ആരംഭിക്കുക. ഇനി മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അടിയന്തര കാര്യം പെൻഷൻ ഗുണഭോക്താക്കളുടെ മൊബൈൽ നമ്പർ അപ്ഡേഷനുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്ഥാപനങ്ങൾ വഴി നടപ്പിലാക്കാൻ പോകുന്ന പുതിയ തീരുമാനമാണ്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കളിലെ പഴയ ആളുകൾ, അതായത് വർഷങ്ങൾക്ക് മുൻപ് തൊട്ട് തന്നെ പെൻഷൻ ആനുകൂല്യങ്ങൾ തുടർച്ചയായി കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രായമായ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അങ്ങനെയുള്ള പലരും വർഷങ്ങൾക്ക് മുൻപ് പെൻഷൻ അപേക്ഷ നൽകിയ സമയത്ത് നിലവിൽ ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പറുകൾ ആയിരിക്കില്ല സിസ്റ്റത്തിൽ നൽകിയിട്ടുണ്ടാവുക. അല്ലെങ്കിൽ പലരുടെയും അക്കൗണ്ടുകളുമായി നിലവിൽ മൊബൈൽ നമ്പറുകൾ ലിങ്ക് ചെയ്തിട്ടുണ്ടാകില്ല. ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അഥവാ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി അടിസ്ഥാനത്തിൽ ഇത്തരം ഗുണഭോക്താക്കളുടെ മൊബൈൽ നമ്പർ അപ്ഡേഷനുമായി ബന്ധപ്പെട്ട അടിയന്തര അറിയിപ്പുകൾ ഓരോ വാർഡുകളിലും വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ വാർഡ് മെമ്പർമാർ ഒരുപക്ഷെ നിങ്ങളുടെ വീടുകളിൽ നേരിട്ടെത്തി ഈ കാര്യങ്ങൾ നിങ്ങളോട് ആവശ്യപ്പെട്ടേക്കാം. മൊബൈൽ നമ്പർ ഇതുവരെ ലിങ്ക് ചെയ്യാത്ത ഗുണഭോക്താക്കൾ തങ്ങളുടെ നിലവിൽ ആക്റ്റീവായിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ പഞ്ചായത്തിലോ അല്ലെങ്കിൽ വാർഡ് മെമ്പറുടെ പക്കലോ ഏൽപ്പിച്ച് അടിയന്തരമായി സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. അവസാനമായി സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾ ഇനി എന്തെങ്കിലുമൊക്കെ പുതിയ വരുമാന രേഖകളോ
മറ്റ് സർട്ടിഫിക്കറ്റുകളോ ഈ ജൂലൈ മാസത്തിൽ ഓഫീസുകളിൽ നേരിട്ട് കൊടുക്കേണ്ടതുണ്ടോ എന്ന് ഒരുപാട് ആളുകൾ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. നിലവിലെ പൊതുവായ അറിയിപ്പുകൾ പ്രകാരം അർഹരായ എല്ലാ ആളുകൾക്കും പൊതുവായി പുതിയ രേഖകൾ ഒന്നും സമർപ്പിക്കേണ്ടതില്ല. എന്നാൽ വരുമാന സർട്ടിഫിക്കറ്റ്, നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഇങ്ങനെയുള്ള ചില പ്രധാനപ്പെട്ട ഡോക്യുമെന്റുകളിൽ മുൻപ് തടസ്സങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് ചില നിർദ്ദിഷ്ട ഗുണഭോക്താക്കളോട് മാത്രം പ്രത്യേകമായി സമർപ്പിക്കാൻ സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെയുള്ള പ്രത്യേക ലിസ്റ്റിൽപ്പെട്ടവർക്ക് ഈ രേഖകൾ സമർപ്പിക്കാൻ സർക്കാർ അനുവദിച്ചിരുന്ന അവസാന തീയതി കഴിഞ്ഞ ജൂൺ മാസം 30 അവസാനിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇനിയും ഈ ആവശ്യപ്പെട്ട രേഖകൾ കൊടുക്കാത്തവർ ഉണ്ടെങ്കിൽ തീർച്ചയായും ശ്രദ്ധിക്കുക. നിങ്ങൾ എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ഓഫീസുകളിൽ കൊടുക്കുന്നത്, അതിനുശേഷം മാത്രമേ നിങ്ങളുടെ തടസ്സപ്പെട്ട പെൻഷൻ ഫണ്ട് സർക്കാർ റിലീസ് ചെയ്യുകയുള്ളൂ. 1-2 മാസങ്ങളൊക്കെ ഈ രേഖകൾ കൊടുക്കാൻ വൈകുകയാണെങ്കിൽ അത്രയും മാസത്തെ പെൻഷൻ തുക നിങ്ങൾക്ക് പൂർണ്ണമായും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇതുപോലെയുള്ള വാർത്തകളും അപ്ഡേറ്റുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക.